കൊലോസ്യർ 3 പൗലോസ് വിശ്വാസികളെ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചും വിശുദ്ധിയാൽ രൂപപ്പെടുത്തിയും ജീവിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ ഭരിക്കാനും ക്രിസ്തുവിന്റെ ശരീരത്തിനുള്ളിൽ ഐക്യം പ്രോത്സാഹിപ്പിക്കാനും അനുവദിക്കണമെന്ന് പൗലോസ് വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വാക്കായാലും പ്രവൃത്തിയായാലും യേശുവിന്റെ നാമത്തിൽ ദൈവത്തോടുള്ള നന്ദിയുടെയും ആത്മാവോടെ ചെയ്യണം. ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ക്രിസ്തുവിന്റെ സ്വഭാവവും സ്നേഹവും പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതത്തിനായി ഈ ഭാഗം ആവശ്യപ്പെടുന്നു. ആകയാൽ നാം ക്രിസ്തുവിനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അധാർമികത, അശുദ്ധി, കോപം, വിദ്വേഷം തുടങ്ങിയ പഴയ മനുഷ്യനുമായി ബന്ധപ്പെട്ട പാപകരമായ പെരുമാറ്റങ്ങളെ ഉപേക്ഷിക്കാൻ പൗലോസ് ഊന്നിപ്പറയുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. പകരം അവർ അനുകമ്പ, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവയാൽ സവിശേഷമായ ക്രിസ്തുവിൽ തങ്ങളുടെ പുതിയ മനുഷ്യനെ സ്വീകരിക്കണം. ക്ഷമയും സ്നേഹവുമാണ് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്നപോലെ മനസ്സോടെ ചെയ്യുവിൻ. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.